قال الله تعالى في الكتاب العزيز الحكيم أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم إن الذين آمنوا والذين هادوا والنصارى والصابئين من آمن بالله واليوم الآخر وعمل صالحا فلهم أجرهم عند ربهم ولا خوف عليهم ولا هم يحزنون صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والعاقبة للمتقين والحمد لله رب العالمين. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളായ സഹോദരി സഹോദരന്മാരെ, പ്രപഞ്ചനാഥനായ അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ അതിലംഘിക്കാതെ വ്യക്തിജീവിതത്തെയും കുടുംബജീവിതത്തെയും സാമൂഹിക ജീവിതത്തെയും മുന്നോട്ട് നയിക്കണമെന്ന് ആദ്യമായി എന്നോടും പിന്നീട് നിങ്ങളെയും വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ജീവിതത്തിലുടനീളം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങളനുസരിച്ച് ജീവിക്കുവാനും അവസാനം പൂർണ്ണമായ ഈമാനോടുകൂടി ഈ ലോകത്ത് നിന്ന് വിട പറയുവാനും നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അംബിയാ മുർസലീങ്ങളോടൊപ്പം സന്തോഷം കഴിഞ്ഞുകൂടുവാനുമുള്ള തൗഫീക്ക് നൽകി അർഹമുർ-റഹീമീനായ റബ്ബ് നമ്മെല്ലാവരെയും എല്ലാ അർത്ഥത്തിലും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കറിയാം, നിരവധി തവണ നമ്മൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം ഒരു ആരാധനാ മതമല്ല, ഇസ്ലാം ഒരു അനുഷ്ഠാന മതമല്ല. എന്നാൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൽ നിശ്ചിതമായ ആരാധനകളും നിശ്ചിതമായ അനുഷ്ഠാനങ്ങളും ഒക്കെയുണ്ട്. അതൊരു വസ്തുതയാണ്. പക്ഷെ അത് വെച്ചിട്ട് ഇസ്ലാമിനെ ഒരു ആരാധനാ മതമായി നമുക്ക് അവതരിപ്പിക്കുക സാധ്യമല്ല. കാരണം ഇസ്ലാമിക് ഐഡിയോളജി മതത്തിനപ്പുറം മാനമുള്ള ഒരു ദീനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ പലവട്ടം പറഞ്ഞു പോയിട്ടുള്ളതാണ്. ഒരു സമ്പൂർണ്ണ അർത്ഥത്തിൽ ഇസ്ലാം എന്താണ് എന്ന് ചോദിച്ചാൽ അത് അള്ളാഹു സൃഷ്ടിച്ച മനുഷ്യൻ, അള്ളാഹു സൃഷ്ടിച്ച വായു ശ്വസിച്ച്, അള്ളാഹു സൃഷ്ടിച്ച വെള്ളം കുടിച്ച്, അള്ളാഹു സൃഷ്ടിച്ച ഭക്ഷണം കഴിച്ച്, അള്ളാഹു സൃഷ്ടിച്ച വെളിച്ചം അനുഭവിച്ച്, അള്ളാഹു സൃഷ്ടിച്ച ഭൂമുഖത്ത് ജീവിക്കുമ്പോൾ എങ്ങനെയാണ് മനുഷ്യൻ ജീവിക്കേണ്ടത് എന്ന് പഠിപ്പിക്കുന്ന ഒരു ജീവിത വ്യവസ്ഥയുടെ പേരാണ് ഇസ്ലാം എന്ന് പറയുന്നത്. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ, ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ ദൈവം സൃഷ്ടിച്ച വായു ശ്വസിച്ച്, ദൈവം സൃഷ്ടിച്ച വെള്ളം കുടിച്ച്, ദൈവം സൃഷ്ടിച്ച ഭക്ഷണം കഴിച്ച്, ദൈവം സൃഷ്ടിച്ച വെളിച്ചം അനുഭവിച്ച്, ദൈവം സൃഷ്ടിച്ച ഭൂമിയിൽ അല്ലെങ്കിൽ ഭൂമുഖത്ത് ജീവിക്കുമ്പോൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് ദൈവം പറഞ്ഞു വച്ച ജീവിത വ്യവസ്ഥയുടെ പേരാണ് ഇസ്ലാം എന്ന് പറയുന്നത്. എങ്ങനെ സമാധാനപൂർണമായ സാമൂഹിക ജീവിതം ഈ ഭൂമുഖത്ത് നയിക്കാൻ പറ്റും എന്ന് നമ്മെ സൃഷ്ടിച്ച നമ്മുടെ മനഃശാസ്ത്രം അറിയാവുന്ന പടച്ചതമ്പുരാൻ പറഞ്ഞു വച്ച ജീവിത വ്യവസ്ഥയുടെ പേരാണ് ഇസ്ലാം എന്ന് പറയുന്നത്. നമുക്കറിയാം, മനുഷ്യൻ സാമൂഹിക ബോധമുള്ള ജീവിയാണ്. അതിന് മനുഷ്യനെ സാമൂഹിക ജീവി എന്നാണല്ലോ പറയുന്നത്. പക്ഷെ ഈ സാമൂഹിക ബോധം കൊണ്ട് സമൂഹത്തിൽ സമാധാനപൂർണമായ ഒരു സാമൂഹിക ജീവിതം നയിക്കാൻ കഴിയും എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം നമ്മളങ്ങനെ ഒരു സമാധാനപൂർണമായ ജീവിതം ലോകത്ത് ആ അർത്ഥത്തിൽ കാണുന്നില്ല. അപ്പം അതുകൊണ്ട് സാമൂഹിക ബോധം കൊണ്ട് ചില ആളുകൾ അങ്ങനെ പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. മനുഷ്യൻ സാമൂഹിക ജീവിയാണ്, അവന് മതത്തിൻ്റെ ഒന്നും ആവശ്യമില്ല, ആ സാമൂഹിക ബോധം കൊണ്ട് അവൻ ജീവിച്ചോളും എന്നാണ് പറയുന്നത്. അങ്ങനെ സാമൂഹിക ബോധം കൊണ്ട് ജീവിക്കുമെങ്കിൽ ലോകത്തത് കാണണമായിരുന്നു. സമാധാനപരമായ ഒരു സാമൂഹിക ജീവിതം മനുഷ്യകുലത്തിന് ലോകത്ത് കാണണമായിരുന്നു. പക്ഷെ അത് നമ്മൾ കാണുന്നില്ല. മനുഷ്യൻ സമാധാനപൂർണമായ ജീവിതത്തിന് വേണ്ടിയിട്ട് സിവിൽ ക്രിമിനൽ നിയമങ്ങൾ ഉണ്ടാക്കി. പക്ഷേ ഈ സിവിൽ ക്രിമിനൽ നിയമങ്ങൾ ഭരണകൂടങ്ങളും സർക്കാരുകളും ഒക്കെ ഉണ്ടാക്കിയിട്ട് പോലും ലോകത്ത് സമാധാനപൂർണമായ ഒരു സാമൂഹിക ജീവിതം പലപ്പോഴും നമുക്ക് കാണാനേ കഴിയുന്നില്ല. അതുകൊണ്ട് എന്താണ്, സിവിൽ ക്രിമിനൽ നിയമങ്ങൾ ഉണ്ടായി എന്നതുകൊണ്ട്
സമൂഹത്തിൽ സമാധാനപൂർണമായൊരു സാമൂഹിക ജീവിതം സാധ്യമാകുമെന്ന് സമ്പൂർണ്ണ അർത്ഥത്തിൽ നമുക്ക് പറയുക സാധ്യമല്ല. മനുഷ്യൻ ആരാധനകൾ നിർവഹിക്കുന്നു എന്നതിൻ്റെ പേരിൽ സമൂഹത്തിൽ സമാധാനപൂർണമായ ഒരു സാമൂഹിക ജീവിതം നയിക്കാൻ പറ്റും എന്ന് വിചാരിക്കാനും നമുക്ക് സാധ്യമല്ല. കാരണം ലോകത്ത് ഒരുപടി ആളുകൾ നമസ്കാരം, നോമ്പടക്കമുള്ള ആരാധനകൾ നിർവഹിക്കുന്നു. അതല്ലാതെ മതസമൂഹങ്ങൾ ഇവിടെ ധാരാളം ആരാധനാക്രമങ്ങൾ നിർവഹിക്കുന്നുണ്ട്. പക്ഷേ എന്നിട്ടും ഒരു സാമൂഹിക ജീവിതം, സമാധാനപൂർണമായ ഒരു സാമൂഹിക ജീവിതം ലോകത്ത് നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഇതിനർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, സമാധാനപൂർണമായ സാമൂഹിക ജീവിതത്തിന് ഇവയ്ക്കൊന്നും ഒരു റോളുമില്ല എന്നല്ല. ഇവയ്ക്ക് അവയുടേതായ റോളുണ്ട്. സാമൂഹിക ബോധത്തിന് റോളുണ്ട്, സിവിൽ ക്രിമിനൽ നിയമങ്ങൾക്ക് റോളുണ്ട്, ആരാധന അനുഷ്ഠാനങ്ങൾക്ക് റോളുണ്ട്. അപ്പോൾ പിന്നെ സമ്പൂർണമായ ഒരു സാമൂഹിക ജീവിതം, സമാധാനപൂർണമായ ഒരു സാമൂഹിക ജീവിതം നയിക്കണമെങ്കിൽ പിന്നെന്താണ് വേണ്ടത് എന്ന ചോദ്യമുണ്ട്. ഇവിടെയാണ് ഇസ്ലാമിൻ്റെ പ്രസക്തി നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു വ്യവസ്ഥിതി ഉണ്ടായി എന്നതുകൊണ്ട്, ഒരു നല്ല വ്യവസ്ഥ ഉണ്ടായി എന്നതുകൊണ്ടും ഇവിടെ സമാധാനപൂർണമായ സാമൂഹ്യ ജീവിതം സാധ്യമാകണമെന്നില്ല. അതുകൂടി നമ്മൾ ഈ കൂട്ടത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെയാണ് ഇസ്ലാമിൻ്റെ ഒരു പ്രസക്തി, ഇസ്ലാമിക വ്യവസ്ഥയുടെ പ്രസക്തി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഓരോ മനുഷ്യനും സത്യശുദ്ധമായ ജീവിതം നയിച്ചാൽ മാത്രമാണ് സമൂഹത്തിൽ സമാധാനം ഉണ്ടാകുള്ളൂ. കാരണം സമൂഹം എന്ന് പറയുന്നത് വ്യക്തിയാണല്ലോ. അതുകൊണ്ട് ഓരോ വ്യക്തിയും സത്യശുദ്ധമായ സൽക്കർമാധിഷ്ഠിതമായ ജീവിതം നയിച്ചാൽ മാത്രമാണ് സമൂഹത്തിൽ സമാധാനം ഉണ്ടാവുകയുള്ളൂ. അതിന് വ്യക്തിയെ പ്രേരിപ്പിക്കുന്ന ഈ സാമൂഹിക ബോധത്തിനപ്പുറം, അതുപോലെ തന്നെ ഈ സിവിൽ ക്രിമിനൽ നിയമങ്ങൾക്കപ്പുറം, അതുപോലെ തന്നെ ധാർമ്മികമായ നിർദ്ദേശങ്ങൾക്കപ്പുറം, ഈ വ്യവസ്ഥകൾക്കെല്ലാം അപ്പുറം, ആരാധനകൾക്കപ്പുറം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിന് വളരെ കൃത്യവും വ്യക്തവും യുക്തിഭദ്രവുമായ ചില അടിസ്ഥാനങ്ങളുണ്ട് ഇസ്ലാമിന്. ആ അടിസ്ഥാനങ്ങളാണ് യഥാർത്ഥത്തിൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സത്യശുദ്ധമായ സൽക്കർമാധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ അവനെ പ്രേരിപ്പിക്കുന്ന ഘടകം. അത് ഇസ്ലാമിൽ നിന്ന് നമ്മൾ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ അടിസ്ഥാനങ്ങൾ നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ, പിന്നെ ഇസ്ലാം എത്ര നല്ല വ്യവസ്ഥയാണ് എന്ന് പറഞ്ഞാലും അതിന് പ്രായോഗിക ജീവിതത്തിൽ ഒരു റിസൾട്ട് ഉണ്ടാക്കി കൊടുക്കാൻ കഴിയില്ല. ആ രണ്ട് അടിസ്ഥാനങ്ങളാണ്. ഒന്ന്, യാതൊരുവിധ കൺഫ്യൂഷനോ കോംപ്ലിക്കേഷനോ ഇല്ലാത്ത, അഥവാ യാതൊരുവിധ ആശയക്കുഴപ്പമോ സങ്കീർണതയോ ഇല്ലാത്ത വളരെ കൃത്യമായ ഒരു ദൈവബോധ്യമാണ് അതിലൊന്നാമത്തെ അടിസ്ഥാനം. യാതൊരുവിധ സങ്കീർണതയുമില്ല, യാതൊരുവിധ ആശയക്കുഴപ്പവുമില്ല. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് സംരക്ഷിക്കുന്ന ഒരു ദൈവം, ഒരു ഈശ്വരൻ, ഒരു അള്ളാഹു, അവൻ ഏകനാണ് എന്ന ബോധ്യം, അതാണ് ഒന്നാമത്തെ അടിസ്ഥാനം. അതായത് അവൻ എല്ലാം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു എന്ന ബോധ്യം, അവൻ്റെ സർവൈലൻസിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന ബോധ്യം. ഇതാണ് ഒന്നാമത്തെ ഇസ്ലാമിൻ്റെ മൗലികമായ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഇവിടെ കൺഫ്യൂഷനൊന്നുമില്ല. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് സംരക്ഷിക്കുന്നവൻ ആരോ അവൻ ഏകനാണ്. ഒരു യുക്തിക്കും അവൻ ഒരുപാടുണ്ട്, ഒന്നിലേറെയുണ്ട്, പലതുണ്ട് എന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കൺഫ്യൂഷൻ ഇല്ല, കോംപ്ലിക്കേഷൻ ഇല്ല. രണ്ടാമത്തെ അടിസ്ഥാനം എന്ന് പറയുന്നത്, ഈ അവൻ സൃഷ്ടിച്ച ഈ ഭൂമുഖത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ജീവിക്കുമ്പോൾ ഈ ജീവിതത്തിന് അതിൻ്റെ എല്ലാ അർത്ഥങ്ങളോടും കൂടി നാളെ പരലോകത്ത് പടച്ച തമ്പുരാന്റെ മുൻപിൽ കണക്ക് പറയേണ്ടി വരും എന്ന ഒരു പരലോക ബോധ്യം, ഇതാണ് രണ്ടാമത്തെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഈ രണ്ട് അടിസ്ഥാനങ്ങളിൽ ഊന്നി നിന്നുകൊണ്ടാണ് ഇസ്ലാം അതിൻ്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു വയ്ക്കുന്നത്. അതുകൊണ്ട് ഇസ്ലാമിൻ്റെ സാമ്പത്തിക വ്യവസ്ഥയായാലും, ഇസ്ലാമിൻ്റെ സാമൂഹിക വ്യവസ്ഥയായാലും, ഇസ്ലാമിൻ്റെ രാഷ്ട്രീയ വ്യവസ്ഥയായാലും, ഇസ്ലാമിൻ്റെ ആരാധനാ വ്യവസ്ഥയായാലും, ഇസ്ലാമിൻ്റെ ധാർമ്മികമായ വ്യവസ്ഥയായാലും, അങ്ങനെ ഇസ്ലാമുമായി ബന്ധപ്പെട്ട് എന്താണെങ്കിലും അതെല്ലാം കേന്ദ്രീകരിച്ച് നിൽക്കുന്നത് ഈ രണ്ട് അടിസ്ഥാനങ്ങളിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ രണ്ട് അടിസ്ഥാനങ്ങളിലാണ്.
ഈ രണ്ട് അടിസ്ഥാനങ്ങളിൽ ഊന്നി നിന്നുകൊണ്ട് ജീവിക്കുമ്പോൾ മാത്രമാണ് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു സമാധാനപൂർണമായ ഒരു ജീവിതം സാക്ഷാത്കരിക്കാൻ സാധിക്കും എന്ന് ഇസ്ലാം പ്രതീക്ഷിക്കുന്നത്. അത് പ്രതീക്ഷിക്കൽ മാത്രമല്ല, ഇസ്ലാമിക് ഐഡിയോളജി ഏതാണ്ട് 32 കൊല്ലത്തോളം അറേബ്യൻ ഉപഭൂഖണ്ഡത്തിൽ ആ ഒരു സമാധാനപൂർണമായ സാമൂഹിക ജീവിതം കാഴ്ചവെച്ചു എന്ന് ഇസ്ലാമിക് ഐഡിയോളജിയുടെ ആളുകളായിട്ടുള്ള നമ്മൾ ഒന്ന് ഓർക്കേണ്ടതുണ്ട്. അത് ഈ പറഞ്ഞ അടിസ്ഥാനങ്ങളിൽ ഊന്നി നിന്നുകൊണ്ടുള്ള ഒരു സമാധാനപൂർണമായ ജീവിതമായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിന് സാമൂഹിക ബോധം അതിന് സപ്പോർട്ടാണ്, സിവിൽ ക്രിമിനൽ നിയമങ്ങൾ അതിന് സപ്പോർട്ടാണ്, ധാർമ്മിക വ്യവസ്ഥകൾ അതിന് സപ്പോർട്ടാണ്, ആരാധനകളെല്ലാം അതിന് സപ്പോർട്ടാണ്. അതിൻ്റെ പിന്തുണയോടുകൂടി ഈ രണ്ടടിസ്ഥാനങ്ങളിൽ ഊന്നി നിന്നുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു ജീവിതം കാഴ്ചവെക്കാൻ, സമാധാനപൂർണമായ ജീവിതം കാഴ്ചവെക്കാൻ, ഇസ്ലാം അതിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ സമാധാനം, ആ സമാധാനപൂർണമായ ഒരു സാമൂഹിക ജീവിതവും വ്യക്തിജീവിതവും കുടുംബജീവിതവും ഒക്കെ കാഴ്ചവെക്കാൻ ഇസ്ലാമിന് സാധിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. 2-ാം അധ്യായം 62-ാം വചനം ഞാൻ ആമുഖത്തിൽ ഓതി വെച്ചത് അതാണ്. ഇന്നല്ലദീന ആമനു വല്ലദീന ഹാദു വന്നസാറ വസാബീന മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ വഅമില സ്വാലിഹൻ ഫലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. വളരെ പ്രധാനപ്പെട്ട വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്താണ്. നമ്മളൊക്കെ നന്നായി ഓർത്തിരിക്കേണ്ടതാണ്. വെറും ഈ സാമുദായിക ബോധവും സാമുദായിക വാദവും ഒക്കെ ആയിട്ട് നടക്കുന്ന ആളുകൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു ആയത്താണ് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ 2-ാം അധ്യായം 62-ാമത്തെ വചനം. ഇന്നല്ലദീന ആമനു, നിങ്ങൾ വിശ്വാസികളാകട്ടെ, വല്ലദീന ഹാദു, നിങ്ങൾ ജൂതന്മാരാകട്ടെ, വസാബീന വന്നസാറ, നിങ്ങൾ ക്രിസ്ത്യാനികളാകട്ടെ, വസാബീന, നിങ്ങൾ സാബീയങ്ങളാകട്ടെ, നിങ്ങൾ ആരുമാകട്ടെ, നിങ്ങൾ ആരാണ് എന്നതല്ല പ്രശ്നം. മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുകയും വഅമില സ്വാലിഹൻ, സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്നവനാരോ ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവനെ സംബന്ധിച്ച് യാതൊരു നോവുമില്ല, വേദനയുമില്ല, പ്രയാസങ്ങളുമില്ല, അവർക്ക് അള്ളാഹുവിങ്കൽ പ്രതിഫലമുണ്ട് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതാ ഈ രണ്ട് അടിസ്ഥാനങ്ങളെക്കുറിച്ചാണ് അള്ളാഹ് സംസാരിക്കുന്നത്. മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുക, എന്നിട്ട് അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് വഅമില സ്വാലിഹൻ, സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുക. അവരെ സംബന്ധിച്ച് അള്ളാഹു പ്രശ്നമില്ല എന്ന് ഗ്യാരണ്ടി കൊടുക്കുന്നുള്ളൂ. അതല്ലാതെ ഞാനൊരു കുടുംബത്തിൽ ജനിച്ചു, കഴിഞ്ഞ ഖുത്ബകളിലൊക്കെ നമ്മൾ ആവർത്തിച്ച് പറഞ്ഞതുപോലെ ഞാനൊരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ചു, മുസ്ലിങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇസ്ലാമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കുറച്ച് വിശ്വാസങ്ങളൊക്കെ എനിക്കുണ്ട്, പാരമ്പര്യമായി ചിലതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് എന്നതുകൊണ്ടൊന്നും ഒരു കാര്യം, ഞാൻ മുസ്ലിമാണെന്ന് അവകാശപ്പെട്ടത് കൊണ്ട് ഒരു കാര്യമില്ല. നിങ്ങൾ എന്ത് അവകാശപ്പെടുന്നു എന്നുള്ളതല്ല അള്ളാഹുവിൻ്റെ മുമ്പിൽ പ്രസക്തിയുള്ളത്. മറിച്ച് നിങ്ങളുടെ നിലപാടെന്താണ്, ആ നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ പ്രവർത്തനം എന്താണ്. നിലപാടാണ് അള്ളാഹുവിലുള്ള വിശ്വാസം, ഏകനായ പടച്ചതമ്പുരാനിലുള്ള വിശ്വാസം. അതുപോലെ തന്നെ പരലോക ബോധ്യം, ഇത് നിലപാടാണ്. ഇത് വെറും വിശ്വാസമല്ല, ഇത് നിലപാടാണ്. ആ നിലപാടിൻ്റെ അടിസ്ഥാനത്തിലാണ് വഅമില സ്വാലിഹൻ, സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത്. അങ്ങനെ അനുഷ്ഠിക്കുന്നവൻ ആരായാലും അവൻ്റെ പേരെന്തായാലും ഒരു കുഴപ്പമില്ല, അള്ളാഹുവിൻ്റെ സ്വർഗം അവന് ലഭ്യമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ഈ രണ്ടടിസ്ഥാനങ്ങളിൽ ഞാൻ പറഞ്ഞല്ലോ, ഈ രണ്ടടിസ്ഥാനങ്ങൾ എന്താണ്? രണ്ടടിസ്ഥാനങ്ങൾ നമ്മൾ ഓർത്തിരിക്കേണ്ടത്. ഒന്ന്, കൃത്യമായ ദൈവബോധ്യം, ഏകനായ ദൈവബോധ്യം. രണ്ടാമത്തേത്, കണക്ക് പറയേണ്ടി വരുന്ന ഒരു പരലോകം എന്ന് പറയുന്ന ഒരു മറുലോകം, അതിനെക്കുറിച്ചുള്ള ബോധ്യം, കൺവിക്ഷൻ ഓഫ് അക്കൗണ്ടബിൾ ഡേ. കണക്ക് പറയേണ്ടി വരുന്ന ഒരു ലോകത്തെക്കുറിച്ചുള്ള ബോധ്യമാണ്. നമ്മൾ ബോധ്യത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഈ രണ്ടടിസ്ഥാനങ്ങളാണ് ഇസ്ലാമിൻ്റെ. ഇതിൽ ഇപ്പോൾ നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് പരലോകം എന്ന് പറയുന്ന ഈ അടിസ്ഥാനത്തെക്കുറിച്ചിട്ടാണ്. പരലോകത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, വിശ്വാസ കാര്യങ്ങൾ നമ്മൾ എണ്ണി പറയുമ്പോൾ നമ്മൾ എപ്പോഴും രണ്ടാമതായിട്ടാണ് പരലോകം പറയാറുള്ളത്. അതങ്ങനെ തന്നെയാണ്. ആദ്യം അള്ളാഹുവിലുള്ള വിശ്വാസം, പിന്നെ പരലോകത്തിലുള്ള വിശ്വാസം. വിശുദ്ധ ഖുർആനും അങ്ങനെ തന്നെയാണല്ലോ പറഞ്ഞത്. മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അള്ളാഹുവിലുള്ള വിശ്വാസം, പരലോകത്തിലുള്ള വിശ്വാസം. രണ്ടാമതാണ് പരലോകത്തിലുള്ള വിശ്വാസത്തെക്കുറിച്ച് പറയുന്നത്. എന്നാൽ ഒരു കാര്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്, യുക്തിപരമായി നോക്കുമ്പോൾ ഒന്നാമത്തേത് പരലോകമാണ്.
കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. അല്ലാതെ ഇസ്ലാമിലെ വിശ്വാസ കാര്യങ്ങളിൽ ഒന്നാമത്തേത് പരലോക വിശ്വാസമാണ് എന്ന് സമർത്ഥിക്കാനല്ല. അതിലൂടെ നമുക്ക് വേറെ ചില കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ യുക്തിപരമായി നോക്കുമ്പോൾ പരലോക വിശ്വാസമാണ് ഒന്നാമത് നിൽക്കുന്നത്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഈ പരലോകം എന്ന് പറയുന്ന ഒന്നില്ലെങ്കിൽ പിന്നെ ദൈവവിശ്വാസത്തിന് പോലും പ്രസക്തി ഇല്ലാതാകും. അതാണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം. പരലോകം എന്ന് പറയുന്ന ഒരു ലോകമില്ല. അള്ളാഹുവിനെ നമ്മൾ കണ്ടുമുട്ടുന്ന ഒരവസരം നമുക്കില്ല എങ്കിൽ പിന്നെ ദൈവമുണ്ട് എന്ന് പറയുന്നതിന് ഒരു പ്രസക്തിയും ഇല്ലാതാകും. ഈ അടുത്ത കാലത്ത് മരണപ്പെട്ട ഒരു സിനിമാ നടൻ സലിം കുമാർ, അദ്ദേഹമായി നടത്തിയ ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹത്തോടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. താങ്കൾ ഈ മരണത്തിന് ശേഷമുള്ള ജീവിതത്തെ, അല്ലെങ്കിൽ മരണത്തിന് ശേഷം എന്ത് എന്നതിനെക്കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, അതിലെനിക്ക് പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല, പോത്തും കാളയൊക്കെ ചത്തുപോകുന്നത് പോലെ നമ്മളും ചത്തുപോകും, പിന്നെ ഒന്നുമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അഥവാ നമ്മൾ പോത്തും കാളയും ഒക്കെ ചത്തുപോകുന്നത് പോലെ, പട്ടിയും പൂച്ചയും ഒക്കെ ചത്തുപോകുന്നത് പോലെ നമ്മൾ ചത്തൊടുങ്ങി അതോടുകൂടി നമ്മളുടെ ചരിത്രം, നമ്മുടെ ചിത്രം അവസാനിച്ചെങ്കിൽ പിന്നെ വിശ്വസിക്കാനായിട്ട് എന്തിനാണ് ഒരു ദൈവം? അതിൻ്റെ കാര്യമില്ലല്ലോ. വിശ്വസിക്കാൻ വേണ്ടി മാത്രം ഒരു ദൈവത്തിൻ്റെ ആവശ്യമുണ്ടോ? അതാ ഞാൻ പറഞ്ഞത്, മരണാനന്തരം ഒരു ലോകമില്ല എന്ന് വന്നാൽ പിന്നെ ദൈവവിശ്വാസത്തിന് പോലും പ്രസക്തിയില്ല. അതേസമയം കേരളത്തിൻ്റെ മഹാനടൻ മെഗാസ്റ്റാർ, ഈ അടുത്ത ദിവസം പത്മഭൂഷൺ അവാർഡ് ലഭിച്ച മമ്മൂട്ടി, അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിനിടയിൽ ഒരിക്കൽ പറഞ്ഞ ഒരു കാര്യമുണ്ട് ഈ അടുത്ത കാലത്ത്. അതിൽ അദ്ദേഹം പറഞ്ഞത്, ഈശ്വര വിശ്വാസം പോലും പരലോക ജീവിതം ഉണ്ടെന്ന് വിചാരിക്കുമ്പോൾ മാത്രമാണ് ഈശ്വര വിശ്വാസം ഉണ്ടാവുക. ഇത് അദ്ദേഹത്തിൻ്റെ വാക്കാണ്, അദ്ദേഹം പറഞ്ഞ വാക്കാണ്. പരലോക ജീവിതം ഉണ്ടെന്ന് വിശ്വസിക്കുമ്പോൾ മാത്രമാണ് ഈശ്വര വിശ്വാസം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഈശ്വര വിശ്വാസത്തിന് പ്രസക്തി ഉണ്ടാവുക എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഏറെ കാലം നാസ്തികനായി, നിരീശ്വരവാദിയായി ജീവിച്ച ഒരാള്, അദ്ദേഹവുമായിട്ട് ഇന്റർവ്യൂ, പിന്നീട് അദ്ദേഹം ഇസ്ലാമിലേക്ക് തിരിച്ച് കടന്നു വരികയും അദ്ദേഹവുമായി നടത്തിയ ഒരു ഇന്റർവ്യൂ യൂട്യൂബിൽ ഒരിക്കൽ കാണുകയുണ്ടായി. അതിൽ അദ്ദേഹം പറയുന്നത്, വളരെ കൃത്യമായി അദ്ദേഹം പറഞ്ഞൊരു സംഗതി, പരലോകം എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യമില്ലെങ്കിൽ അതുണ്ടാക്കണം, അങ്ങനൊരു കൺസെപ്റ്റ് ഉണ്ടാക്കണം. കാരണം അങ്ങനൊരു കൺസെപ്റ്റ് ഉണ്ടാക്കിയില്ല എങ്കിൽ ജീവിതത്തിന് തന്നെ അർത്ഥം ഉണ്ടാവില്ല എന്നാണ് അദ്ദേഹം അതിന് കാരണം പറഞ്ഞത്. പരലോകം ഇല്ലെങ്കിൽ അങ്ങനൊരു കൺസെപ്റ്റ് ഉണ്ടാവണം, ഉണ്ടെങ്കിലാണ് ജീവിതത്തിന് അർത്ഥമുള്ളൂ, ഇല്ലെങ്കിൽ ജീവിതത്തിന് തന്നെ അർത്ഥമില്ലാതായി പോകും. അത് ശരിയുമാണ്. അതായത് പരലോകം എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യം, അള്ളാഹുവിനെ നമ്മൾ കണ്ടുമുട്ടുന്ന ഒരു വേദി, ഒരു സ്റ്റേജ് ഇനി ഇല്ല എങ്കിൽ ഒന്നാമത് പിന്നെ ഈശ്വരനുണ്ട്, ദൈവമുണ്ട്, അള്ളാഹു ഉണ്ട് എന്ന് പറയുന്നതിന് ഒരർത്ഥം ഇല്ലാതാകും, പ്രസക്തി ഉണ്ടാവില്ല പിന്നെ അതിന്. രണ്ടാമത്തേത്, ജീവിതത്തിനൊരർത്ഥം ഇല്ലാതായി പോകും. കാരണം പിന്നെ ശരി തെറ്റ് എന്ന് പറയുന്നതിന് പ്രസക്തി ഇല്ലാതായി പോകും. പിന്നെ ശരി തെറ്റെന്നൊന്നില്ല. ശരി എന്ന് പറയുന്നത് എൻ്റെ ശരിയാണ്. എൻ്റെ ശരി എന്ന് പറയുന്നത് എൻ്റെ താല്പര്യങ്ങൾക്ക് അനുഗുണമായിട്ടുള്ള ശരിയാണ്. പരലോകമില്ലെങ്കിൽ പിന്നെ മൂല്യങ്ങൾക്ക് പ്രസക്തി ഉണ്ടാവില്ല. സത്യസന്ധതയ്ക്ക്, വിശ്വസ്തതയ്ക്ക്, നീതിബോധത്തിനൊന്നും യാതൊരു പ്രസക്തി ഉണ്ടാവില്ല. കാരണം അതെല്ലാം ആപേക്ഷികമായിരിക്കും. എന്തിലെങ്കിലും ഞാൻ ഇടപെടുമ്പോൾ എനിക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ശരിയെന്ന് പറയുള്ളൂ, എനിക്ക് എതിരാകുന്ന കാര്യങ്ങളെക്കുറിച്ച് ഞാൻ തെറ്റെന്ന് പറയുള്ളൂ, എൻ്റെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രവർത്തിക്കുള്ളൂ എന്ന് മാത്രമല്ല, പിടിക്കപ്പെടാതെ അഴിമതി നടത്തുന്നവൻ, പിടിക്കപ്പെടാതെ കൈക്കൂലി വാങ്ങുന്നവൻ ബുദ്ധിമാനും സത്യസന്ധത പാലിക്കുന്നവൻ വിഡ്ഢിയുമായിരിക്കും. പിന്നെ നമുക്ക് തന്നെ ചിന്തിച്ചു നോക്കാവുന്നേ ഉള്ളൂ. പിടിക്കപ്പെടാതെ കൈക്കൂലി വാങ്ങിയാൽ അവൻ ബുദ്ധിമാനായി മാറും,
പിടിക്കപ്പെടാതെ അഴിമതി നടത്തിയാൽ അത് MLA ആണെങ്കിലും MP ആണെങ്കിലും മന്ത്രി ആണെങ്കിലും അയാളാണ് ബുദ്ധിമാൻ. ഇതൊന്നും വേണ്ടതില്ല. സത്യസന്ധതയോടുകൂടി ഒരാളത് ചെയ്താൽ അയാൾ വിഡ്ഢിയായി മാറും. കാരണം പിന്നെ ഇനി അയാൾ ചോദിക്കണം അതെങ്ങനെ വിഡ്ഢിയാവണമെന്ന് ചോദിച്ചാൽ നമുക്ക് തിരിച്ചു ചോദിക്കാനുള്ള ചോദ്യം, എന്തിനാ അങ്ങനെ ചെയ്യുന്നത്? പിടിക്കപ്പെടാതെ നോക്കിയാൽ പോരെ? ഇവിടെ ജീവിതം ഇവിടെ അവസാനിക്കണമല്ലോ. ഇനി ഒരാൾ ചോദ്യം ചെയ്യാനോ വിശദീകരണം ചോദിക്കാനോ ഒന്നുമില്ലല്ലോ. പിന്നെ ആകെ നോക്കേണ്ടത് ഇവിടുത്തെ നിയമത്തിന്റെ പിടിയിൽപ്പെടാതെ നോക്കുക എന്ന് മാത്രമല്ലേ ഉള്ളൂ. അതുമാത്രം അല്ല, ത്യാഗത്തിന് പ്രസക്തി ഇല്ലാതാകും. ത്യാഗത്തിന് പ്രസക്തി ഇല്ലാതാകും എന്ന് മാത്രമല്ല, ത്യാഗം മണ്ടത്തരമായി മാറും. കാരണം ത്യാഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്തെങ്കിലും ഒന്ന് നഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ളതിനെയാണ് ത്യാഗം എന്ന് പറയുക, സാക്രിഫൈസ് എന്ന് പറയുന്നത്. അത് നമ്മുടെ ജീവൻ വരെ ആകാം, നമ്മുടെ സമയമാകാം, നമ്മുടെ ആരോഗ്യമാകാം, നമ്മുടെ സമ്പത്താകാം, നമ്മുടെ ജീവനാകാം. ഇതൊക്കെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഒരു ത്യാഗം ചെയ്യുക, ഒരു നന്മ ചെയ്യുക എന്ന് പറയുന്നത് വിവരക്കേടായി മാറും ഇനിയൊരു ജീവിതമില്ല എങ്കിൽ. എത്രത്തോളം എന്ന് ചോദിച്ചാൽ ഒരു രാഷ്ട്രത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിനു വേണ്ടിയുള്ള സമര പോരാട്ടങ്ങൾ വരെ അർത്ഥരഹിതമായി പോകും. കാരണം ആ സമര പോരാട്ട രംഗത്ത് അവൻ്റെ ജീവൻ വരെ നഷ്ടപ്പെട്ടു പോകും. ഇവിടെ അതിലൊന്നും പങ്കെടുക്കാതെ സൂത്രത്തിൽ മാറി നിൽക്കുകയും സ്വാതന്ത്ര്യം കിട്ടിയിട്ട് സുഭിക്ഷമായി ഇവിടെ ജീവിക്കുകയും ചെയ്യുന്നവൻ ബുദ്ധിമാനായി മാറും, ഇല്ലേ? സർവോപരി സമൂഹത്തിൽ സ്വാർത്ഥതക്കായിരിക്കും ആധിപത്യം ഉണ്ടാവുക എന്നല്ല, ഇപ്പൊ ലോകത്ത് സ്വാർത്ഥതക്കാണ് ആധിപത്യം. എന്തു വന്നാലും എനിക്ക് ആസ്വദിക്കണം, മുന്തിരിച്ചാറ് പോലുള്ളൊരു ഈ ജീവിതം, എന്ത് വന്നാലും വേണ്ടിയില്ല, പണം ഉണ്ടാക്കണം എന്ന ചിന്തയാണ് എല്ലാവരെയും നയിക്കുന്നത്. ദൈനംദിനം നമ്മൾ ന്യൂസിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണല്ലോ. അപ്പൊ പറഞ്ഞു വന്ന എന്താണ് ചോദിച്ചാൽ, പരലോകം എന്ന് പറയുന്ന ഒരു മറുലോകമില്ലെങ്കിൽ ഒന്നാമത് പിന്നെ ദൈവവിശ്വാസത്തിന് പ്രസക്തി ഇല്ലാതാകും, രണ്ടാമത് ജീവിതത്തിന് തന്നെ അർത്ഥമില്ലാതാകും. അതുകൊണ്ട് തന്നെ ആദ്യം തീർപ്പിലെത്തേണ്ടത് പരലോകമുണ്ടോ ഇല്ലേ എന്ന കാര്യത്തിലാണ്. ആദ്യം തീരുമാനമാകേണ്ടത് പരലോകം എന്ന് പറയുന്ന ഒരു സംഗതി, ഒരു മറുലോകം ഉണ്ടോ ഇല്ലേ എന്ന കാര്യത്തിലാണ്. കാരണം പരലോകം ഉണ്ടെങ്കിൽ ലൈഫ് സ്റ്റൈൽ ഒരു രൂപത്തിലായിരിക്കും. പരലോകം എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യം ഇല്ല എന്നാണ് ഒരാൾ വിശ്വസിക്കുന്നതെങ്കിൽ അയാളുടെ ലൈഫ് സ്റ്റൈൽ മറ്റൊന്നായിരിക്കും. അതുകൊണ്ട് ആദ്യം തീർപ്പിലെത്തേണ്ടത് പരലോകം ഉണ്ടോ ഇല്ലേ എന്നുള്ള കാര്യത്തിലാണ്. അതുപോലെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, വിശുദ്ധ ഖുർആനിൽ 114 അധ്യായങ്ങളാണുള്ളത്. ഈ 114 അധ്യായങ്ങളിൽ 3 അധ്യായം ആരംഭിക്കുന്നത് തന്നെ ഈ വിശുദ്ധ ഖുർആൻ ആർക്കൊക്കെയാണ് ഉപകാരപ്പെടുക എന്ന് പറഞ്ഞുകൊണ്ടാണ്. വിശുദ്ധ ഖുർആന്റെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറ, വിശുദ്ധ ഖുർആന്റെ 27-ാം അധ്യായം സൂറത്തുൽ നംല്, വിശുദ്ധ ഖുർആന്റെ 31-ാം അധ്യായം സൂറത്തുൽ ലുഖ്മാൻ. ഈ 3 അധ്യായങ്ങൾ ആരംഭിക്കുന്നത് ഈ ഖുർആൻ ആർക്കൊക്കെയാണ് ഉപകാരപ്പെടുക എന്ന് പറഞ്ഞുകൊണ്ടാണ്. സൂറത്തുൽ ബഖറ ആരംഭിക്കുന്നത് അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. മുത്തഖീങ്ങൾക്ക് മാർഗദർശനമാണ് ഈ ഖുർആൻ. ഈ ഖുർആൻ മുത്തഖീങ്ങൾക്കാണ് ഉപകാരപ്പെടുക, അവർക്ക് മാർഗദർശനം നൽകുന്നു. അതുപോലെ തന്നെ 27-ാം അധ്യായം സൂറത്തുൻ നംല്, ത്വാസീൻ തിൽക ആയാത്തുൽ ഖുർആനി വകിതാബി മുബീൻ ഹുദൻ വബുശ്റ ലിൽ മുഅ്മിനീൻ. ഈ ഗ്രന്ഥം സുവ്യക്തമായ ഗ്രന്ഥം, ഖുർആനിലെ വചനങ്ങളാണ്, സുവ്യക്തമായ ഒരു ഗ്രന്ഥത്തിലെ വചനങ്ങളാണ്. ആർക്കത് ഉപകാരപ്പെടുക? ഹുദൻ വബുശ്റ ലിൽ മുഅ്മിനീൻ. സന്മാർഗവും സന്തോഷവാർത്തയുമാണ് ആർക്ക്? മുഅ്മിനീങ്ങൾക്ക്. 31-ാം അധ്യായം സൂറത്തുൽ ലുഖ്മാൻ ആരംഭിക്കുന്നത് എങ്ങനെയാണ്? അലിഫ് ലാം മീം തിൽക ആയാത്തുൽ ഖുർആനിൽ ഹകീം. യുക്തിഭദ്രമായ ഒരു ഗ്രന്ഥത്തിലെ വചനങ്ങളാണിത്. ഇത് ആർക്കാ ഉപകാരപ്പെടുക? ഹുദൻ വറഹ്മത്തുൽ ലിൽ മുഹ്സിനീൻ. ഇത് മുഹ്സിനീങ്ങൾക്കാണ് ഉപകാരപ്പെടുക. 3 സ്ഥലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിടത്ത് പറഞ്ഞു ഈ ഖുർആൻ ഉപകാരപ്പെടുക മുത്തഖീങ്ങൾക്കാണ്, വേറൊരിടത്ത് പറഞ്ഞു മുഅ്മിനീങ്ങൾക്കാണ്, വേറൊരിടത്ത് പറഞ്ഞു മുഹ്സിനീങ്ങൾക്കാണ്. എന്നിട്ട് അല്ലാഹു തൊട്ടുടനെ അവരുടെ സ്വഭാവം പറയുകയാണ്. സൂറത്തുൽ ബഖറയിൽ പറയുന്നത് അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വയുഖീമൂന സ്വലാത്ത വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ വല്ലദീന യുഅ്മിനൂന ബിമാ ഉൻസില ഇലൈക വമാ ഉൻസില മിൻ ഖബ്ലിക വബിൽ ആഖിറതി ഹും യൂഖിനൂൻ. ആ മുത്തഖീങ്ങൾ എങ്ങനെയുള്ളവരാണ്? അഭൗതിക കാര്യങ്ങളിൽ വിശ്വസിക്കുന്നവരാണ്, നമസ്കാരം നിലനിർത്തുന്നവരാണ്, അള്ളാഹു അവർക്ക് നൽകിയിട്ടുള്ള സമ്പത്തിൽ നിന്ന് ചെലവഴിക്കുന്നവരാണ്,
അള്ളാഹു ഈ അവതരിപ്പിച്ചതിലും ഇതിനു മുമ്പ് അവതരിപ്പിച്ചതിലും വിശ്വസിക്കുന്നവരാണ്. എന്നിട്ട് പിന്നെ അള്ളാഹ് പറയുന്നത് ബിൽ ആഖിറത്തി ഹും യൂഖിനൂൻ, അവർക്ക് പരലോകത്തെക്കുറിച്ച് യഖീനുണ്ട് എന്നാണ് പറയുന്നത്. സൂറത്തു നംലിലും അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വഹും ബിൽ ആഖിറത്തി ഹും യൂഖിനൂൻ, അവർ നമസ്കരിക്കും, അവർ സകാത്ത് നൽകും. വഹും ബിൽ ആഖിറത്തി ഹും യൂഖിനൂൻ, അവർക്ക് ആഖിറത്തിൽ പരലോകത്തിൽ യഖീനുണ്ട് എന്നാണ്. 31-ാം അധ്യായം സൂറത്തുൽ ലുഖ്മാനിലും അള്ളാഹ് പറയുന്നത് അവർ നമസ്കരിക്കും, അവർ സകാത്ത് കൊടുക്കും. വഹും ബിൽ ആഖിറത്തി ഹും യൂഖിനൂൻ, അവർക്ക് പരലോകത്തിൽ യഖീനുണ്ട് എന്നാണ്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്തിൽ വിശ്വാസമുണ്ട് എന്നല്ല പറയുന്നത്. പരലോകത്തിൽ വിശ്വാസമുണ്ട് എന്ന് പറഞ്ഞ് ഒഴുക്കമട്ടിൽ പറഞ്ഞു പോവുകയല്ല ചെയ്യുന്നത്. ഈ ഖുർആൻ ഉപകാരപ്പെടുന്ന മുത്തഖികൾ, മുഅ്മിനുകൾ, മുഹ്സിനുകൾ, ഇവർക്ക് പരലോകത്തിൽ വിശ്വാസമുള്ളവരാണെന്നല്ല പറയുന്നത്, അവർക്ക് പരലോകത്തിൽ യഖീനുണ്ട് എന്നാണ് പറയുന്നത്. യഖീൻ എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിനപ്പുറത്തുള്ള ഒന്നാണ്. നമ്മൾ ഇന്ന് പറയുന്ന വിശ്വാസം ഉണ്ടല്ലോ, ആ വിശ്വാസത്തിന് അപ്പുറത്തുള്ളതാണ് യഖീൻ. യഖീൻ എന്ന് പറഞ്ഞ കൺവിക്ഷൻ, ബോധ്യം, ഉറച്ച ബോധ്യമുള്ളവരാണ് എന്നാണ് പറയുന്നത്. അള്ളാഹു മറ്റു പലയിടങ്ങളിലും ദൈവവിശ്വാസത്തെക്കുറിച്ച് പറയുമ്പോൾ പോലും വിശ്വാസം എന്ന് പറയുമ്പോൾ പരലോകത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ഇവിടങ്ങളിൽ അള്ളാഹു ഉപയോഗിക്കുന്നത് അവർക്ക് ദൃഢബോധ്യമുള്ളവരാണ്. ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ എടുത്ത് നോക്കിയാലും മലയാളം ട്രാൻസ്ലേഷൻ ഒക്കെ എടുത്ത് നമ്മൾ നോക്കിയാലും നമുക്ക് കാണാൻ കഴിയും യഖീൻ എന്നതിന് തീർച്ച, അവർക്ക് അതിനെക്കുറിച്ച് ഉറപ്പുണ്ട്, ബോധ്യമുണ്ട് എന്നാണ്. എന്താ കാരണം എന്നറിയാമോ? കാരണം മറ്റൊന്നുമല്ല, ഈ ബോധ്യമുള്ള ആളുകൾക്ക് വിശുദ്ധ ഖുർആൻ ഹുദയാവുകയുള്ളൂ. വിശുദ്ധ ഖുർആനിൻ്റെ നിർദ്ദേശങ്ങൾ, ഉപദേശങ്ങൾ, നിർബന്ധങ്ങൾ, നിരോധനങ്ങൾ ഇത് ഉപകാരപ്പെടണമെന്നുണ്ടെങ്കിൽ കേവല വിശ്വാസം കൊണ്ട് ഇത് ഉപകാരപ്പെടൂല, അല്ലെങ്കിൽ പ്രായോഗിക ജീവിതത്തിൽ നടപ്പാക്കാൻ പറ്റില്ല. ഇത് നടപ്പാക്കേണ്ടതാണല്ലോ. ഉപദേശങ്ങൾ, നിർദ്ദേശങ്ങൾ, നിർബന്ധങ്ങൾ, നിരോധനങ്ങൾ ഇതെല്ലാം ഖുർആനിലെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നടപ്പാക്കേണ്ടതാണ്, പ്രായോഗിക ജീവിതത്തിൽ കൊണ്ടുവരേണ്ടതാണ്. അങ്ങനെ കൊണ്ടുവരണമെങ്കിൽ കേവലം പാരമ്പര്യ വിശ്വാസം കൊണ്ട് സാധ്യമാവില്ല. മറിച്ച് ആ കാര്യത്തിൽ കൃത്യമായ ബോധ്യം വേണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആദ്യം തീരുമാനമാകേണ്ടത് പരലോകത്തിൽ നമുക്ക് ബോധ്യമുണ്ടോ ഇല്ലേ എന്ന കാര്യത്തിലാണ്. ആദ്യം തീർപ്പിലെത്തേണ്ടത് പരലോകമുണ്ടോ ഇല്ലേ, അതിലെനിക്ക് ബോധ്യമുണ്ടോ ഇല്ലേ എന്ന കാര്യത്തിലാണ്. ആ കാര്യത്തിലാണ് ആദ്യം തീരുമാനമാകേണ്ടത്. ആ കാര്യത്തിൽ തീരുമാനമായാലേ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് തീരുമാനമാകേണ്ടതുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ജീവിതത്തിന് അർത്ഥം കൊടുക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ, ഈ കാര്യത്തിൽ തീരുമാനമാവണം. എത്രത്തോളം അള്ളാഹു ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ എങ്കിൽ ഈ കാര്യത്തിൽ തീരുമാനമാകണം. ഈ കാര്യത്തിൽ തീരുമാനം ഇല്ലാതെ അള്ളാഹു ഉണ്ടെന്ന് ഒരാൾ വിശ്വസിച്ചിട്ട് എന്താ കാര്യം? അള്ളാഹു ഉണ്ടെന്ന് ഒരാൾ വിശ്വസിച്ചിട്ട് കാര്യമില്ല. ഇപ്പൊ ലോകത്ത് നമുക്ക് കാണാലോ, പരലോകത്തെയൊക്കെ നിഷേധിക്കുന്ന ആളുകൾ ദൈവം ഒരു ശക്തി ഇവിടെ ഉണ്ട് എന്ന് വിശ്വസിക്കും. എന്തിനാ അങ്ങനെ ഒരു ശക്തി ഇവിടെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നത്? ആ ശക്തിയെ നമ്മൾ കാണുന്നില്ല, ഇനി തൊട്ട് നമ്മൾ കാണാനും പോണില്ല. പിന്നെ അങ്ങനെ ഒരു ശക്തി ഇവിടെ ഉണ്ടെന്ന് ആശ്വാസത്തിന് വേണ്ടിയിട്ടാണ് വിശ്വസിക്കുന്നത്. അങ്ങനെ വിശ്വസിക്കാൻ വേണ്ടി ഒരു ദൈവത്തിന്റെ ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ ആവർത്തിച്ചു പറയുന്നു, പരലോക വിശ്വാസം എന്ന് പറയുന്നത് ഈമാൻ കാര്യത്തിലെ ഒരു വിശ്വാസ കാര്യമായി ഒതുക്കേണ്ടതോ അല്ല. വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ ലഹും ഫീ മിറിയത്തിൻ മിൻ ലിഖാഇ റബ്ബിഹിം, അള്ളാഹുവിനെ കണ്ടുമുട്ടുമെന്ന കാര്യത്തിൽ അവർ സംശയത്തിലാണ് എന്ന് പറഞ്ഞതുപോലെ പരലോകമുണ്ടോ ഇല്ലേ എന്ന് സംശയിച്ച് നിൽക്കേണ്ട ഒരു കാര്യമല്ല പരലോകം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഉണ്ടെങ്കിൽ ഉണ്ടായിക്കോട്ടെ, ഇല്ലെങ്കിൽ വേണ്ട എന്ന ഒരു നിലപാട് സ്വീകരിക്കേണ്ട വിഷയമല്ല പരലോകം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഉണ്ടോ ഇല്ലേ എന്ന് അഭിപ്രായം പറയേണ്ട ഒരു വിഷയമല്ല പരലോകം എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ ഒരു സൈദ്ധാന്തിക പ്രശ്നമല്ല പരലോകം ഉണ്ടോ ഇല്ലേ എന്നുള്ളത്. ഒരു സൈദ്ധാന്തിക പ്രശ്നമല്ല, മറിച്ച് കൃത്യവും വ്യക്തവുമായി തീർപ്പിലെത്തേണ്ട വിഷയമാണ്. അങ്ങനെ അഭിപ്രായം പറയേണ്ട ഒരു കാര്യമാണ്, സൈദ്ധാന്തികമായി ചർച്ച ചെയ്യേണ്ട കാര്യമോ ഫിലോസോഫിക്കലായിട്ട് പറയേണ്ട കാര്യങ്ങളൊന്നും അല്ലാതെ തൻ്റെ പ്രായോഗിക ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് അതിനകത്ത് ആദ്യം തീരുമാനം ഉണ്ടാവണം. എൻ്റെ കാര്യത്തിലും അത് തന്നെയാണ്, നിങ്ങളുടെ കാര്യത്തിലും എനിക്ക് പറയാനുള്ളത്, എൻ്റെ ശബ്ദം കേൾക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, ആദ്യം ആ കാര്യത്തിൽ തീരുമാനമാകണം.
കാരണം എന്താണെന്ന് ചോദിച്ചാൽ മറ്റൊന്നുമല്ല, അത് ഉണ്ട് എന്ന് ബോധ്യം വന്നാൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറും. അത് ഇല്ല എന്ന് ബോധ്യം വന്നാൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ മറ്റൊരു ദിശയിലായിരിക്കും. അത് ഉണ്ടോ ഇല്ലേ എന്ന കാര്യത്തിൽ സംശയത്തിലാണെങ്കിൽ അവിടെയും നമ്മുടെ ലൈഫ് സ്റ്റൈൽ മറ്റൊന്നായിരിക്കും. അതുകൊണ്ട് ഈ ബോധ്യം എന്ന് പറയുന്നത് അത് പാരമ്പര്യമായിട്ട് കിട്ടൂല. ഞാനിത് ആവർത്തിച്ച് പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് ഇത് നന്നായി കയറേണ്ടതുണ്ട്. പരലോക ബോധ്യം, വിശ്വാസം, പരലോകത്തിലുള്ള വിശ്വാസം എന്ന് പറയുന്നത് പാരമ്പര്യമായിട്ട് കിട്ടിയേക്കും. അതൊക്കെയാണ് ഇപ്പം മുസ്ലിം ഭൂരിപക്ഷവും കൊണ്ടു നടക്കുന്നത്. ഈ പാരമ്പര്യമായി കിട്ടിയ പരലോക വിശ്വാസമായിട്ടാണ് നമ്മളൊക്കെ കൊണ്ടു നടക്കുന്നത്, അതാണല്ലോ. അതുകൊണ്ട് വിശ്വാസം എന്ന് പറയുന്നത് പാരമ്പര്യമായിട്ട് കിട്ടിയേക്കും. ഇനി അല്ലെങ്കിൽ മദ്രസ ജീവിതത്തിൽ നിന്ന് കിട്ടിയേക്കും. ഏത് പരലോക വിശ്വാസം എന്നുള്ള ഈമാൻ കാര്യം മദ്രസയെ പഠിക്കുമ്പോൾ നമുക്ക് കിട്ടിയേക്കും. പക്ഷെ ബോധ്യം എന്ന് പറയുന്നത് പകർന്നു കിട്ടുന്ന ഒരു കാര്യമല്ല. ഒരു കാര്യത്തിൽ തീർപ്പിലെത്തുക എന്ന് പറയുന്നത് ആരെങ്കിലും പകർന്നു തരണതല്ല. അത് ജനറ്റിക്കലായിട്ട് കിട്ടുന്നതല്ല, അത് ട്രഡീഷണലായിട്ട് കിട്ടുന്നതല്ല. അത് ബോധപൂർവം ആർജിക്കേണ്ടതാണ്. ഓരോ വ്യക്തിയും ബോധപൂർവം ആർജിക്കേണ്ടതാണ് പരലോകത്തിലുള്ള ബോധ്യം. പരലോകത്തിലുള്ള ബോധ്യം മാത്രമല്ല, ഏത് ബോധ്യവും ആർജിക്കേണ്ടതാണ്. പാരമ്പര്യമായിട്ട് കിട്ടൂല ഏത് ബോധ്യവും. അതിനുള്ള ടൂളുകളാണ് ഞാൻ കഴിഞ്ഞ ഖുതുബയിലൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. വായിക്കുക, പഠിക്കുക, ചിന്തിക്കുക, നിരീക്ഷിക്കുക, ബുദ്ധി ഉപയോഗിക്കുക, യുക്തി ഉപയോഗിക്കുക. ഇതൊക്കെ നമ്മൾ ഉപയോഗിച്ച് പഠിക്കുകയും നിരീക്ഷിക്കുകയും ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഇന്നമാ യഖ്ശല്ലാഹു മിൻ ഇബാദിഹിൽ ഉലമാ, ഇൽമുള്ളവനാണ് അല്ലാഹുവിനെ ഭയപ്പെടുകയുള്ളൂ എന്ന് പറയാനുള്ള കാരണം അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്. ബുദ്ധിമാന്മാരായ സത്യവിശ്വാസികൾ ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് അവർ ചിന്തിച്ചു കൊണ്ടിരിക്കും. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാരി ലആയാതിൽ ലിഉലിൽ അൽബാബ് الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والارض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. വിശുദ്ധ ഖുർആൻ 3-ാം അധ്യായം സൂറത്ത് ആൽ ഇംറാൻ മറിച്ചു നോക്കി നമുക്ക് കാണാം. ബുദ്ധിമാന്മാരായ സത്യവിശ്വാസികൾ അവർ ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെ കുറിച്ചും രാപ്പകലുകൾ മാറി മാറി വരുന്നതിനെ കുറിച്ചും അവർ ആലോചിക്കും, ചിന്തിക്കും. എന്നിട്ടാണ് ആ ബോധ്യത്തിൽ നിന്നാണ് അവർ നരകത്തിൽ നിന്ന് മോചനത്തിനു വേണ്ടി അള്ളാഹിനോട് കേണപേക്ഷിക്കുന്നത്. ഈ ബോധ്യത്തിൽ നിന്നാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്, കുറച്ച് സമയം, ഒരു ദിവസത്തിൽ കുറച്ച് സമയം നമ്മൾ ഇതിനൊക്കെ വേണ്ടി ഉപയോഗിക്കണം. ഒരാലോചനയ്ക്ക്, ഒരു ചിന്തയ്ക്ക്, ഒരു പഠനത്തിനൊക്കെ വേണ്ടി നമ്മൾ ഉപയോഗിക്കണം. എങ്കിൽ മാത്രമാണ് ഈ പരലോക ബോധ്യം, ദൈവബോധ്യം എന്നൊക്കെ പറയുന്നത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അത് ഉണ്ടാക്കിയെടുത്താലേ നമുക്ക് ഇന്ന് മനുഷ്യനെ പോലെ നിൽക്കാൻ പറ്റുള്ളൂ. മനുഷ്യനെ പോലെ ജീവിക്കണമെങ്കിൽ ഈ ബോധ്യം നമുക്ക് പിൻബലമായിട്ടുണ്ടാകണം. ഇല്ലെങ്കിൽ നമ്മൾ ഏത് സമയവും വില്ലിൽ നിന്ന് അമ്പ് തെറിച്ചു പോകുന്നത് പോലെ ധാർമ്മിക ജീവിതത്തിൽ നിന്ന് തെറിച്ചു പോകാനുള്ള സാധ്യത വളരെ ഏറെയാണ്. വിശുദ്ധ ഖുർആൻ എമ്പാടും അതിനെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നുണ്ട്. എന്ത് പരലോകം? ഖുർആൻ ഒരിടത്തും നിങ്ങൾ പരലോകത്തിനോട് വിശ്വസിച്ചോ എന്നല്ലല്ലോ പറയുന്നത്. ഖുർആൻ പരലോകം വിശ്വസിക്കാൻ ആവശ്യപ്പെടുന്ന ഘട്ടത്തിലൊക്കെ ഏതെങ്കിലും ഒരു പ്രകൃതി പ്രതിഭാസത്തെ സമർപ്പിച്ച് അവതരിപ്പിച്ചതിന് ശേഷമാണ്, അത് മനുഷ്യന്റെ മുമ്പിൽ പ്രസന്റ് ചെയ്തതിന് ശേഷമാണ് അള്ളാഹു നിങ്ങൾ പരലോകത്തിൽ വിശ്വസിക്കൂ എന്ന് പറയുന്നത്. വളരെ ഖുർആൻ പഠിച്ചാൽ നമുക്കത് മനസ്സിലാകും. എത്ര മനോഹരമായ ഉദാഹരണങ്ങൾ, പ്രാപഞ്ചിക പ്രതിഭാസങ്ങളാണ് ഖുർആൻ മുന്നോട്ട് വയ്ക്കുന്നത്. ഇൻഷാ അല്ലാഹ് വരുന്ന ഖുതുബകളിൽ ചില നമുക്ക് സൂചിപ്പിക്കാം. നമ്മളത് പഠിക്കണം. അതുകൊണ്ടാണ് നമ്മൾ ആവർത്തിച്ച് പറയുന്നത് ഖുർആൻ പഠിക്കണം, ചിന്തിക്കണം, ഖുർആൻ പഠിക്കണം, ചിന്തിക്കണം എന്ന് പറയുന്നത്. ഇസ്ലാമിനെ കുറിച്ചും നമ്മൾ ഇന്ന് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന മുൻഗണനാക്രമത്തെക്കുറിച്ചൊക്കെ കൃത്യമായ ഒരു ധാരണ നമുക്ക് കിട്ടും. ജീവിതത്തെക്കുറിച്ച് കൃത്യമായൊരു പിക്ചർ നമുക്ക് കിട്ടും. അതുകൊണ്ട് നമ്മളിത് പഠിക്കണം. അപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരാൾ നമസ്കരിക്കുന്നു എന്നതുകൊണ്ട് അയാൾക്ക് പരലോക ബോധ്യമുണ്ട് എന്ന് പറയാൻ കഴിയില്ല. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരാൾ നോമ്പെടുക്കുന്നു എന്നതുകൊണ്ട് അയാൾക്ക് പരലോക ബോധ്യമുള്ള ആളാണ് അയാൾ എന്ന് പറയാൻ കഴിയില്ല. അതിന് രണ്ട് കാരണമുണ്ട്. നമസ്കരിക്കുക എന്ന് പറയുന്ന ഒരാൾക്ക് പാരമ്പര്യമായി പകർന്നു കിട്ടും. കാരണം വീട്ടിലെല്ലാവരും നമസ്കരിക്കുന്ന കണ്ടാൽ ഒരാൾക്ക് നമസ്കരിക്കാൻ തോന്നും. അതൊക്കെ നല്ലത് തന്നെയാണ്, ചീത്തയാണെന്നല്ല നമ്മൾ പറയുന്നത്. പിന്നീടാണ് അതിന് ബോധ്യത്തിന്റെ പിൻബലങ്ങളൊക്കെ വരുന്നത്. അപ്പൊ നമസ്കരിക്കുന്നു എന്നത് പരലോക ബോധ്യമുണ്ട് എന്നതിന്റെ തെളിവല്ല. അതിന്റെ കാരണം നമസ്കരിക്കുക എന്ന് പറയുന്നത് പാരമ്പര്യമായി പകർന്നു കിട്ടാൻ സാധ്യതയുള്ള ഒന്നാണ്.
രണ്ടാമത്തേത് നമസ്കരിക്കുന്നു, നോമ്പെടുക്കുന്നു എന്നതുകൊണ്ട് അയാൾക്ക് പരലോക ബോധ്യം ഉണ്ടാവണമെന്നില്ല എന്ന് വെച്ചാൽ നമസ്കരിക്കുന്നവർക്കായിരിക്കും പരലോക ബോധ്യം ഇല്ല എന്നല്ല, ഉണ്ടാവണമെന്നില്ല എന്ന് നമ്മൾ പറയാനുള്ള മറ്റൊരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമസ്കരിക്കുകയും നോമ്പും എടുക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളുടെ ജീവിതത്തിൽ വേണ്ടത്ര അളവിൽ മൂല്യബോധം നമ്മൾ കാണുന്നില്ല. അതുകൊണ്ട് നമ്മൾ പറയുന്നത് നമസ്കരിക്കുന്നു എന്നതുകൊണ്ട് ഒരാൾക്ക് പരലോക ബോധ്യമുണ്ട്, നോമ്പെടുക്കുന്നു എന്നതുകൊണ്ട് ഒരാൾക്ക് പരലോക ബോധ്യമുണ്ട് എന്ന് പറയാൻ കഴിയില്ല. പരലോക ബോധ്യമുള്ളവൻ ജീവിതത്തിൽ സൂക്ഷ്മത പാലിക്കും. അവൻ സാമ്പത്തിക ഇടപാടുകളിൽ സൂക്ഷ്മത പാലിക്കും. സദാചാര ജീവിതത്തിൽ അവൻ സൂക്ഷ്മത പാലിക്കും. വർത്തമാനത്തിന്റെയും പെരുമാറ്റത്തിന്റെയും കാര്യത്തിൽ സൂക്ഷ്മതയുടെ സ്റ്റാറ്റസ് എന്താണോ അതാണ് അവന് പരലോക ബോധ്യമുണ്ട് എന്ന് അളക്കാനുള്ള മാർഗം. അതുപോലെ തന്നെ അസൂയ, അഹങ്കാരം, പ്രകടനാത്മകത ഇവയുടെ കാര്യത്തിൽ അവന്റെ സ്റ്റാറ്റസ് എന്താണ് എന്നതാണ് ഒരാൾക്ക് പരലോക ബോധ്യമുണ്ടോ ഇല്ലേ എന്ന് തീരുമാനിക്കുന്ന പാരാമീറ്റർ, അളവുകോൽ എന്ന് പറയുന്നത്. ആരാധനകൾ നിർവഹിക്കുന്നു എന്നതല്ല. ആരാധനകൾ ചെറുതായി കാണാൻ വേണ്ടിയിട്ടല്ല ഞാനിത് പറയുന്നത്. ആരാധനകൾ വലിയ കാര്യങ്ങൾ തന്നെയാണ്. ഇതിന് പ്രേരിപ്പിക്കുന്നതാണ് ആരാധനാ കർമ്മങ്ങൾ എന്ന് നമ്മൾ പലവട്ടം പറഞ്ഞു പോയിട്ടുള്ളതാണ്. അല്ലാതെ ആരാധനകളൊന്നും വേണ്ട, ഇതിലൊക്കെ സൂക്ഷ്മത കാണിച്ചാൽ മതി എന്നല്ല ഈ പറഞ്ഞതിന് അർത്ഥം. അപ്പൊ ജീവിതത്തിൽ എത്രത്തോളം നമുക്ക് സൂക്ഷ്മത കാണിക്കാൻ കഴിയുമോ? തഖ്വ എന്ന് പറയുന്നത്, തഖ്വയുടെ ഖുർആനിക നിർവചനം വിശുദ്ധ ഖുർആൻ 97-ാം അധ്യായം സൂറത്തു നാസിയാത്ത് മറിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ. തഖ്വയുടെ ഖുർആനിക് ഡെഫിനിഷനാണത്. വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി, അള്ളാഹുവിന്റെ സന്നിധാനത്ത് ചെന്ന് നിൽക്കേണ്ടി വരും എന്ന ഭയത്തോടെ ദൈവിക കൽപ്പനകൾ അനുസരിക്കുക. ഇതാണ് തഖ്വയുടെ ഖുർആനിക് ഡെഫിനിഷൻ. അവിടെ അള്ളാഹ് എന്താ പറഞ്ഞത്? അള്ളാന്റെ മുമ്പിൽ ചെന്ന് നിൽക്കേണ്ടി വരും എന്ന വിചാരത്തോടെ തൻ്റെ അള്ളാഹു പാടില്ല എന്ന് പറഞ്ഞ ആഗ്രഹങ്ങളുടെ പുറകിൽ പോകാതിരിക്കുക. അവിടെ ചെന്ന് നിൽക്കേണ്ടി വരും എന്ന വിചാരത്തോടെ. നമുക്കാ പോകണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ ഇതോർത്തിട്ട് നമ്മൾ അതിൻ്റെ പുറകിൽ പോവില്ല. നമുക്ക് തട്ടിപ്പ് നടത്തണമെന്നുണ്ട്, പക്ഷെ ഇതോർത്തിട്ട് നമ്മൾ തട്ടിപ്പ് നടത്തില്ല. നമുക്ക് നീതി കാണിക്കേണ്ടെന്നുണ്ട്, പക്ഷെ ഇതോർത്തിട്ട് നമുക്ക് നീതി കാണിക്കാതിരിക്കാൻ പറ്റില്ല. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതുകൊണ്ട് നാം ഇത് നേടിയെടുക്കണം. എനിക്ക് എന്നോടെന്ന പോലെ എൻ്റെ ഖുതുബ കേൾക്കുന്ന എൻ്റെ സഹോദരി സഹോദരന്മാരോട് പറയാനുള്ളത്, ദൈവബോധ്യം, പരലോകബോധ്യം, ഇത് രണ്ടും നമ്മൾ ആർജിച്ചെടുക്കണം. അതിന് ചിന്ത വേണം, അതിന് യുക്തിചിന്ത വേണം, അതിന് ഖുർആൻ പഠനം വേണം, അതിന് നമ്മുടെ ചുറ്റുവട്ടത്ത് അള്ളാഹു സംവിധാനിച്ചിട്ടുള്ള പ്രകൃതി പ്രതിഭാസങ്ങളുടെ ഒബ്സർവേഷൻ വേണം, നിരീക്ഷണം വേണം, ആലോചന വേണം. അങ്ങനെ അത് ഉറപ്പിക്കണം. അതുറപ്പിച്ചാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ദിശ മാറും. അതുറപ്പിച്ചാൽ നമ്മൾ ജീവിതത്തിൻ്റെ ഓരോ കാൽവെപ്പുകളിലും ഒരു സൂക്ഷ്മതാബോധം നമുക്കുണ്ടാകും. 100% ഉണ്ടായില്ലെങ്കിലും നല്ലൊരു ശതമാനവും ഉണ്ടാകും. അതല്ലാതെ ഉണ്ടായിക്കോട്ടെ, ഇല്ലെങ്കിൽ പോട്ടെ, ഒരു പാരമ്പര്യമായിട്ട് കിട്ടിയ ഈ സംഗതി കൊണ്ടൊന്നും ജീവിതത്തെ നേർവഴിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിച്ചുകൊള്ളണമെന്നില്ല. അതുകൊണ്ട് ഒരു ദിവസത്തിൽ കുറച്ച് സമയം ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ വിനിയോഗിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വന്നുപോയ വീഴ്ചകൾ പടച്ചാമ്പുര നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ തൊട്ടടുത്ത ആശുപത്രി രോഗികളായി കഴിയുന്ന ആളുകൾക്ക് അല്ലാഹു ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സദസ്സിൽ സാമ്പത്തികമായി, ശാരീരികമായി, മാനസികമായിട്ടൊക്കെ പ്രയാസം അനുഭവിക്കുന്ന ആളുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് എല്ലാവർക്കും ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഅൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈൻ വസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.